കൊച്ചുമലയാളി അല്ല, രാമൻകുട്ടിയോ? എത്ര നാളായി കണ്ടിട്ട്. ഓ, നിങ്ങളൊക്കെ ഭയങ്കര തിരക്കുകാരല്ലേ, എവിടെ സമയം കിട്ടാനാ? കൊച്ചുമലയാളിയില്ലേ? അപ്പോ ഇപ്പൊ വന്നതും എന്നെ കാണാനല്ല. കൊച്ചുമുതലാളി അകത്തുണ്ട്, വന്നോളൂ. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ മതി. എന്നെ കൊണ്ട് വയ്യ, വേണമെങ്കിൽ വന്ന് കണ്ടോളൂ. കൊച്ചുമുതലാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ? രാമൻകുട്ടി ഇരിക്കൂ, കുടിക്കൂ. എന്താ ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ? മദ്യം. കൊച്ചമ്മേ, എന്താ ഇത് അത്ര ചീത്തയാണോ? കൊച്ചമ്മേ, കുടിക്കൂ രാമൻകുട്ടി. എനിക്ക് വേണ്ട. കൊച്ചുമുതലാളിയുടെ കൂടെ കുടിക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെയും കുടിക്കാം. കൊച്ചമ്മേ, എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? ഇഷ്ടമുണ്ടെങ്കിൽ കുടിച്ചാൽ മതി. രാമൻകുട്ടി ദേഷ്യപ്പെടണ്ട. ഞാൻ പോന്നു. നിൽക്കൂ. ഒരു സ്ത്രീ ഇങ്ങനെ അവഗണിച്ചോടി പോകുന്നത് അവളെ അപമാനിക്കുന്നത് പോലെയാ. എന്നാല് ഞാനിപ്പോ പോകുന്നത് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. പിന്നെന്ന് ഇത്ര പെട്ടെന്ന് പോകുന്നത്? രാമൻകുട്ടിക്ക് എന്നെ തീരെ ഇഷ്ടമില്ല അല്ലേ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? കൊച്ചുമുതലാളിക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യയെ അദ്ദേഹത്തിന്റെ സ്നേഹിതനും ഇഷ്ടമാവില്ലല്ലേ? എന്നാര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, പക്ഷേ രാമൻകുട്ടിയെ എനിക്കിഷ്ടമാണ്. എന്നെ സ്നേഹിക്കൂ, പ്ലീസ് ലവ് മീ, പ്ലീസ് രാമൻകുട്ടി. രാമൻകുട്ടി അടിച്ചത് മൂത്ത ചേട്ടൻ അന്ന് കരുതിക്കും. എനിക്ക് ഇനി അമ്മയും പെങ്ങളെയും ഭാര്യയും തിരിച്ചാലും ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രാമൻകുട്ടി എപ്പോ എത്തി? രാവിലെ. കൊച്ചുമുതലാളി എന്നെ അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു എന്നറിഞ്ഞു. വന്നു. ഞാൻ ഇന്നേ വരുവുള്ളൂ എന്നറിയാമല്ലോ, പിന്നെന്തിനാ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ പോയത്? അത് രാമൻകുട്ടിക്ക് മനസ്സിലായില്ലേ? ഇല്ല. വെറുതെ നമ്മൾ തമ്മിൽ പൊട്ടങ്ങളി കളിക്കാതെ രാമൻകുട്ടി. മനസ്സിലായില്ല. രാമൻകുട്ടി, ശാലിനിയിൽ എനിക്കും നേരത്തെ ഒരു കണ്ണുണ്ടായിരുന്നുവെന്ന് തനിക്കറിയാമല്ലോ. തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ സംഗതി അങ്ങ് എളുപ്പമാണെന്ന് കരുതി. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ തന്റെ അച്ഛൻ ഒരു പരിചയമില്ലാത്ത പോലെ പെരുമാറി. തെണ്ടി, ഇതാണോ നിന്റെ മനസ്സിൽ? ആദ്യം നിന്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കും. നീ എന്നെ അടിക്കാറായല്ലേടാ? ഇനി അടിക്കോടാ.
മുതലാളി വണ്ടിയാ. അവിടെ എന്തുണ്ടായി രാമൻകുട്ടി? പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഞാനും കൊച്ചുമുതലാളിയും തമ്മിൽ അല്പം ഒരു സ്വരക്കേട്. നിങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നല്ലോ, എന്നിട്ടെന്തുണ്ടായി? അതെ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോവാൻ വയ്യ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം. അതിനെന്താ, എനിക്ക് രാമൻകുട്ടിയെ പോലുള്ള ഒരാളെ ആവശ്യമുണ്ട്. എന്റെ കൂടെ നിന്നോളൂ. ഇവിടെ ആരുമില്ലേ? അകത്ത് കയറി ഇരിക്കണ സാറേ, നമ്മുടെ വീട് തന്നെയാ, സൗകര്യമുണ്ട്. ഞാൻ വന്നത് മനസ്സിലായി. ഒരാളെ കാണണമായിരുന്നു. അപ്പൊ ഇവിടെ വന്നതല്ല. അല്ല, ആരെ കാണുന്നു? ശാലിനി എന്നൊരു പെൺകുട്ടി. ഉണ്ട്. ശാലിനി എന്ന് പറഞ്ഞത് തന്നെയുണ്ട്. അവളുടെ വീടേതാ? അവളെ കാണാനാണെങ്കിലേ അവളെ ആണുങ്ങൾ കൊണ്ടുപോയി. പിടിച്ചോണ്ട് പോയതൊന്നുമല്ല, അവളെ കെട്ടിക്കൊണ്ടുപോയതാ ഒരു റൗഡി രാമൻകുട്ടി.